സന്ദർശനം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മലയാളത്തിൻ്റെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ്. അകന്നുപോയ കാമുകിയെക്കുറിച്ചുള്ള വിഷാദഭരിതമായ വരികളാണ് ഈ കവിതയിലുള്ളത്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത കാമുകനും കാമുകിയും അവസാന കൂടിക്കാഴ്ചയ്ക്കായി സന്ദർശന മുറിയിൽ ഇരിക്കുന്നു. അധികനേരമായിട്ടും അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. വേദന കടിച്ചമർത്തി മൗനം കുടിച്ചിരിക്കുകയാണവർ. ഒഴിവാക്കാനാവാത്ത വേർപിരിയിൽ അവരെ വേദനിപ്പിക്കുന്നു. പുറത്ത് ജീവിതം പോലെ പകൽ വെളിച്ചവും പൊലിഞ്ഞു പോകുന്നു. കിളികൾ കൂടണയും പോലെ ഓർമ്മകൾ കെട്ടിടങ്ങുന്നു. മിഴികളിൽ നിന്നും അവൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന കവി വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പിൻ്റെ വേഗവും കൂടുന്നു. നിശ്വാസത്തിൽ പോലും സംഗീതമുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു വസന്തകാലം അവർക്കും ഉണ്ടായിരുന്നു. പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഇന്ന് വാക്കുകൾ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുന്നു. പൊൻചെമ്പകം പൂത്ത കരൾ കരിഞ്ഞു പോയിരിക്കുന്നു. കറപിടിച്ച ചുണ്ടിൽ കവിത പോലും വരണ്ടു പോയിരിക്കുന്നു. പ്രണയത്തിൻ്റെ മധുരമായ പൂർവ്വസ്മരണകളിലേക്ക് കവി മനസ്സ് പായുന്നു. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത അവളുടെ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരിഞ്ഞതായും നേടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണമേറ്റൻ ചില്ലകൾ പൂവിട്ടതായും അവളോടൊത്തുള്ള മനോഹര സന്ധികളും ഇന്ന് മറവിലേക്ക് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വർത്തമാനകാലത്ത് വിരഹവേദനയാൽ കവി ലക്ഷണമില്ലാത്തവനായി മാറുന്നു. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികളും നഗരത്തിലെ നിത്യപ്രയാണങ്ങളും മദ്യത്തിൽ മുങ്ങി സത്യങ്ങളിൽ കഴിയുന്ന നഗരരാത്രികളും ഇങ്ങനെ ഏകാന്തയിൽ മനസ്സ് അസ്വസ്ഥമാകുന്ന വേളയിലും അവളുടെ മുഖം തന്നെയാണ് മനസ്സിൽ തെളിയുന്നതെന്നും കവി ഓർമ്മിക്കുന്നു. എല്ലാം അവസാനിക്കുന്നു. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നന്ദി ചൊല്ലി കരഞ്ഞു പിരിയുന്നതിൽ അർത്ഥമില്ല. കാരണം ഞങ്ങൾ പണ്ടേ പിരിഞ്ഞവരാണല്ലോ എന്ന ചിന്തയിൽ കവി അവസാനിപ്പിക്കുന്നു. പ്രണയത്തിൻ്റെ മാധുര്യം വിരഹത്തിൻ്റെ വേദനയും വൈകാരിക തീവ്രതയോടെ ആവിഷ്കരിക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു.